Meet the editors. പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ പേര് ഒഴിവാക്കിയതിൽ NCERTക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. 2014 മുതൽ NCERT RSS സംഘത്തെ പോലെയാണ്, ഒരു ഉപസംഘടനയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. തീവ്ര വർഗീയ അജണ്ടയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടില്ലെന്ന് തെളിഞ്ഞതായി MP രാജേഷും പ്രതികരിച്ചു. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് NCERT പിന്മാറണമെന്നാണ് പാളയം ഇമാം പറഞ്ഞത്. ചരിത്രത്തെ മായ്ക്കുന്നോ എന്നാണ് ചോദ്യം. ചരിത്രത്തെ മായ്ക്കുന്നു എന്ന ചോദ്യത്തിന് എൻ്റെ ടേക്ക് ചരിത്രത്തെ മായ്ക്കുന്നു, മായ്ച്ചുകൊണ്ടേയിരിക്കുന്നു, മായ്ക്കുന്നതിനോടൊപ്പം തന്നെ ചിലത് കൂട്ടിച്ചേർക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. 2014 ശേഷം 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലാണ് NCERT പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നത്. അതിൽ പല ഘട്ടങ്ങളിൽ നിന്നും കോവിഡ് കാലത്ത് കുട്ടികൾക്ക് പഠനഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ വധം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള മുന്നേറ്റത്തെക്കുറിച്ചുള്ള വെല്ലുവിളിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ. അപ്പോൾ ജനാധിപത്യത്തെ ഒഴിവാക്കി, ഗാന്ധിവധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി. അതിനുശേഷം ഒഴിവാക്കിയതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അത് പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. പീരിയോഡിക് ടേബിൾ തന്നെ ഒഴിവാക്കി കെമിസ്ട്രിയിൽ നിന്ന്, പാഠഭാരം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയെ ഒഴിവാക്കി അവിടെ ഭാരതം കൊണ്ടുവരണമെന്ന് സാമൂഹിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോക്കസ് ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ വരികയും അതിനെ തുടർന്ന് ഐസക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം ഭാരത് എന്ന പേരിലേക്ക് വരികയും ഇന്ത്യ ഒഴിവാക്കി ഭാരത് എന്ന പേര് കൊണ്ടുവരണം NCERT പാഠപുസ്തകത്തിൽ നിലപാടും സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ചയായി ബാബറി മസ്ജിദ് എന്ന പേര് മാറ്റുകയും ശ്രീരാമ ജന്മസ്ഥലത്തുള്ള 3 മിനാരങ്ങളുള്ള 3 താഴികക്കുടങ്ങളുള്ള നിർമ്മിതി എന്ന പദപ്രയോഗം പൊളിറ്റിക്കൽ സയൻസിൻ്റെ +2 ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തെ മായ്ക്കാൻ തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ സമയത്തും എല്ലാ ഫാസിസ്റ്റ് രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത് ആദ്യം അവർ കൈവയ്ക്കുന്നത് പാഠ്യപദ്ധതിയിലായിരിക്കും. അത് എല്ലാ രാജ്യങ്ങളിലും ഒരു ദേശനിർമ്മാണ പ്രക്രിയ തുടങ്ങുമ്പോൾ, രാഷ്ട്രനിർമ്മാണ പ്രക്രിയ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ബോധന പ്രക്രിയയിലാണ് കൈവയ്ക്കുക. ഇത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ ഒഴിവാക്കി? ആര്യോന്മാദത്തെ മാത്രം നിലനിർത്തുന്ന പാഠഭാഗങ്ങളാണ് സാമൂഹ്യശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിനെതിരായി നിൽക്കുന്ന ശാസ്ത്ര വിദ്യാർത്ഥികളെയും ശാസ്ത്രജ്ഞന്മാരെ കൂടി നാസിസം കൈവച്ചിരുന്നു എന്നുള്ളതാണ്. ഫാസിസത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇറ്റലിയിലേക്ക് വരുമ്പോൾ ക്രോച്ചയുടെ നേതൃത്വത്തിലുള്ളൊരു പാഠ്യപദ്ധതി മുസോളിനിയുടെ നിർദ്ദേശപ്രകാരവും ഇതേപോലെ മുസോളിനിയുടെ രാജ്യത്തിൻ്റെ ഇറ്റലിയെക്കുറിച്ച് മാത്രം നിർത്തുന്ന ആശയങ്ങൾ നിലനിർത്തുന്ന ഒന്നായിട്ട് മാറുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ 1946 മുതൽ ഈ പറയുന്ന പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ബോധന ശ്രമത്തിൽ സംഘപരിവാർ ഇടപെട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് പരാജയപ്പെട്ട ഒരു മിഷനാണ്. 1946 ഗീതാ സ്കൂൾ എന്ന് പറയുന്ന ഒരു ആശയം ഹെഡ്ഗേവാർ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനുശേഷം സരസ്വതി ശിശു മന്ദിർ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരികയും വിദ്യാഭാരത് അഖില ഭാരതി സംസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി സരസ്വതി മന്ദിരങ്ങൾ ഉണ്ടാവുന്നു. ആ സരസ്വതി മന്ദിരങ്ങൾ ഏകദേശം 5000-ഓളം ഉണ്ടാവുന്നു. പിന്നീട് അത് 1,00,000-ഓളം വിദ്യാർത്ഥികൾ 91 ആകുമ്പോഴേക്കും പുറത്തു വരുന്നു. ഈ ഘട്ടത്തിലാണ് 98-ൽ മുരളി മനോഹർ ജോഷി ഈ സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്ന ശ്രമത്തെ 3 വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത്: ഇന്ത്യനൈസ്, നാഷണലൈസ്, സ്പിരിച്വലൈസ്. ഇതിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ പാഠഭാഗങ്ങളും മാറ്റണം. അതിന് ആദ്യം പറഞ്ഞത് എന്താണ്? ബൗദ്ധിക ഭീകരത കൊണ്ടുവരുന്ന റൊമീല താപ്പറുടെയും ബിപിൻ ചന്ദ്രയുടെയും പുസ്തകങ്ങൾ NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് പിൻവലിക്കണം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെയും ഈ ശ്രമം നടന്നിരിക്കുന്നത്. ഈ ബോധന ശ്രമത്തിൽ നിന്ന് ചരിത്രത്തെ മായ്ച്ചു കളയുക എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചരിത്രത്തെ ഒരു ചുരുങ്ങിയ ഒന്നാക്കി മാറ്റാൻ സാധിക്കും. ഇന്നതിന് പറഞ്ഞിരിക്കുന്ന, എൻ്റെ ചർച്ചയിലടക്കം വന്ന് വലതുപക്ഷ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ഇതാണ്. ശശി തരൂർ പറഞ്ഞിട്ടില്ല, ഈ മനുഷ്യർ തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച്, ക്ഷേത്രങ്ങൾ തകർക്കുന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് നിങ്ങളെ ആക്രമണകാരികളും വിദ്വേഷികളും നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കി മാറ്റും, വിഷാദികളുമാക്കി മാറ്റും എന്നുള്ളതാണ്. അതാണ് NCERTയുടെ തലപ്പത്തിരിക്കുന്നയാൾ പറഞ്ഞിരിക്കുന്ന വാചകം. അതാണ്, നിങ്ങളെ വയലൻ്റ് ആക്കി മാറ്റും, ഡിപ്രസ്ഡ് ആക്കി മാറ്റും. അതുകൊണ്ട് ആക്രമണോത്സുകളുള്ളവരാക്കിയും വിഷാദികളായും വിദ്യാർത്ഥികളെ മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: അങ്ങനെയാണെങ്കിൽ ഗാന്ധിയെ വധിച്ചത് നീ ഒഴിവാക്കുന്നത് എന്തിനാണ്? അവിടെ ഗാന്ധി മതമൈത്രിക്ക് വേണ്ടി ശ്രമിച്ച ശ്രമങ്ങളെ ഒഴിവാക്കുന്നത് എന്തിനാണ്? അവിടെ അതിനെ ഒഴിവാക്കുകയും ഈ ബാബറി മസ്ജിദിൻ്റെ പേര് മായ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു ചരിത്രത്തെ നിങ്ങൾ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു. ചരിത്രത്തെ മായ്ക്കുമ്പോൾ ഇന്ത്യ എന്ന ആശയത്തെയാണ് നിങ്ങൾ മായ്ക്കുന്നത്, ഒരു ജനാധിപത്യത്തെയാണ് നിങ്ങൾ മായ്ക്കാൻ ശ്രമിക്കുന്നത്, അവിടെയുള്ള മതേതരത്വത്തെ ആണ് നിങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. ആ ആശയത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായി ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും അത് ബാബറി മസ്ജിദ് എന്ന് തന്നെ പേര് രേഖപ്പെടുത്തണം. അത് കേവലം താഴികക്കുടമല്ല എന്നാണ് എൻ്റെ ടേക്ക്.
ഇവിടെ ഇതിനകത്ത് ഈ 60കളിലാണ് യഥാർത്ഥത്തിൽ റോമില താപ്പർ, സതീഷ് ചന്ദ്ര, ബിപിൻ ചന്ദ്ര, RS ശർമ്മ തുടങ്ങിയൊക്കെയുള്ള ഹിസ്റ്റോറിയൻസിനെ കൊണ്ട് ചരിത്രം എഴുതിക്കുന്നതിന് നെഹ്റുവിനൊരു വലിയ റോളുണ്ട്. ഇപ്പം നെഹ്റു വളരെ സോഷ്യലിസ്റ്റായിട്ടൊരു സമൂഹത്തെ വിഭാവന ചെയ്യുമ്പം ഈ പറയുന്ന ബ്രാഹ്മണിക്കലായൊരു ചരിത്ര നിർമ്മാണത്തിൽ നിന്ന് അതിൻ്റെ ധാരയെ മാറ്റി സോഷ്യലിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ചരിത്രം എഴുതിപ്പിക്കുന്നതിനകത്ത് നെഹ്റുവിനെ പോലെ ആൾക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് തന്നെ പിന്നീട് അതിനെ എതിർത്തിട്ടുണ്ട്. നമ്മളത് മറന്നു പോകണ്ട. ഇപ്പം അർജുൻ സിംഗിനെ പോലെ HRD മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പുതിയൊരു ചരിത്ര രചന സമ്പ്രദായത്തിലേക്ക് ഈ കാര്യം വെച്ചാൽ ലെഫ്റ്റിസ്റ്റുകളാണ് ഇന്ത്യയുടെ ചരിത്രം എഴുതിയിരിക്കുന്നതെന്നും അതുകൊണ്ട് അത് മാറ്റപ്പെടണമെന്നുള്ള ആശയം പിന്നീട് മുന്നോട്ട് കൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. അവിടെ നിന്നാണ് മുരളി മനോഹർ ജോഷിയിലേക്ക് വരുമ്പോൾ ഇത് സ്പിരിച്വലൈസ് ചെയ്യുക, നാഷണലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ ഇതിനെ സംബന്ധിച്ച് കൗതുകരമാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ NCERTയുടെ നമ്മളിപ്പോൾ നേരത്തെ അരുൺ വിശദീകരിച്ച പോലെ 2014 മുതൽ ഇങ്ങോട്ടേക്ക് വളരെ കൃത്യമായ ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 98 ആരംഭിച്ചത് മുരളി മനോഹർ ജോഷിയിൽ നിന്ന് ആരംഭിച്ചതാണ്. 2004 അത് അവസാനിച്ചിരുന്നു. പിന്നെ കോൺഗ്രസ് വന്നു. കോൺഗ്രസ് അവിടെ കാര്യമായിട്ടൊന്നും ഇടപെട്ടില്ല. പക്ഷേ 14 മുതൽ പിന്നെ മോഡിയുടെ സർക്കാർ വളരെ കൃത്യമായി ആ അജണ്ട മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ മോഡി സർക്കാർ അല്ലല്ലോ ഉള്ളത്, NDA സർക്കാരാണല്ലോ ഉള്ളത്. ഈ NDA സർക്കാരിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണല്ലോ TDPയും JDUവും. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ഇനി അങ്ങോട്ടേക്ക് ഈ കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനമായിരിക്കില്ലേ? അതോ ഏകപക്ഷീയമായി BJPക്ക് RSSൻ്റെ ഈ പറയുന്ന പാഠ്യപദ്ധതികളെ കാവ്യവൽക്കരിക്കുക എന്ന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇതൊരു രാഷ്ട്രീയ ചോദ്യമായിട്ട് ഉയർന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇവർക്ക് അതിനകത്ത് മറുപടി പറഞ്ഞിട്ട് നിതീഷ് കുമാറിനെ പോലൊരാൾക്ക് ഈ പറയുന്ന ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പേരെടുത്ത് കളഞ്ഞ് 3 താഴികക്കുടങ്ങളുള്ളൊരു മിനാരം എന്നെഴുതുന്ന പാഠപുസ്തകത്തെ അംഗീകരിക്കാൻ കഴിയുമോ? ചന്ദ്രബാബു നായിഡുവിന് അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് നടപ്പാക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പൊളിറ്റിക്കലായ ചോദ്യം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ സാധനങ്ങളൊക്കെ ഒരു മുറുമുറുപ്പിൻ്റെ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അത് താമസം വിനാ രൂപപ്പെട്ടു വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. ഈ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നത് അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നുള്ളതുകൊണ്ടാണല്ലോ. ഇപ്പോഴും ഒഴിവാക്കിയ കാര്യത്തിൽ RSSനെ നിരോധിച്ച കാര്യം അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. ജനാധിപത്യം എന്ന വാക്ക് ഒഴിവാക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും RSS എപ്പോഴും ഈ മാനവ വിഭവശേഷി വകുപ്പ് അതിലൊരു നിയന്ത്രണം ഉണ്ടാകും. നേരത്തെ സ്മൃതി ഇറാനി ആയിരുന്നു, പിന്നെ പ്രകാശ് ജാവ്ദേക്കർ വന്നു ഈ രൂപത്തിൽ. ഇപ്പോൾ മനോഹർ ജോഷി അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ മാറ്റം വരുത്തുന്നതിന്റെ ആർക്കിടെക്ട്. അതെ, അപ്പോൾ ആ രൂപത്തിൽ അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതില്ല എന്ന് പറയും. ഗുജറാത്ത് കലാപം ഒഴിവാക്കിയല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇതൊക്കെ പ്രത്യക്ഷം. ഇതൊക്കെ കുട്ടികൾ, ഇതിപ്പോൾ 12ാം ക്ലാസ്സിലെ പുസ്തകമാണ്. അപ്പോൾ കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ട് പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ വേൾഡ് വാർ ഒന്നും പഠിക്കുന്നില്ലേ? ഇപ്പോൾ യുദ്ധങ്ങൾ പഠിക്കുന്നില്ലേ? യുദ്ധങ്ങൾ ഇപ്പോൾ മുഗൾ കാലഘട്ടത്തിലെ കുറേ കാര്യങ്ങൾ മാറ്റി പേരുകളടക്കം പേരുകളൊക്കെ കളയുന്നു. ആ പീരീഡ് ഇവിടെ നടന്നുള്ള കാര്യമാണ്. അത് ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഈ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടും. ടെക്സ്റ്റ് ബുക്കിലല്ലാണ്ട് അപ്പുറത്ത് വായിക്കുന്ന ഒരു ലോകമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ തരത്തിൽ എന്താ പറയുക, ഈ പോസിറ്റീവായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടല്ല കാര്യം ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. ചരിത്രത്തിൽ വളരെ നെഗറ്റീവായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ അറിയേണ്ടതില്ല എന്നുകൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകുമ്പോൾ അതിനെ തടയേണ്ടതുണ്ട്. അങ്ങനെ തടയുന്ന പ്രതിരോധം കൃത്യമായി നടന്നിട്ടുണ്ട്. കർണാടകയിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ ഒഴിവാക്കിയ പാഠങ്ങൾ വീണ്ടും ചേർത്തിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ എന്നുള്ള പേര് അവർക്ക് കേട്ടുകൂടല്ലോ. ടിപ്പു സുൽത്താന്റെയും ഹൈദർ അലിയെ കുറിച്ചുള്ള പാഠങ്ങളാണ് ഒഴിവാക്കിയിരുന്നത്. അതൊക്കെ തിരിച്ചെത്തി. ഗിരീഷ് കർണാടിന്റെയും P ലങ്കേഷ് അടക്കമുള്ള പുരോഗമന എഴുത്തുകാരുടെ അധ്യായങ്ങൾ ചേർത്തുകൊണ്ട് വലിയ രീതിയിൽ തന്നെ മാറ്റം നടത്തിയിരിക്കുന്നു. 15 പാഠങ്ങളാണ് മാറ്റി സ്ഥാപിച്ചത്. എന്തൊക്കെ BJP കളഞ്ഞോ അതൊക്കെ പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഈ ഓരോ തവണയും പുനഃസ്ഥാപിക്കൽ എന്ന രീതിയിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഈ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സാഹചര്യം കൂടി വരും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ നിതീഷ് കുമാറിനെ പോലുള്ള ആളുകൾ കുറച്ച് പുരോഗമന ആശയങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നവരാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രതിരോധം വരേണ്ടതുണ്ട്. അതിനകത്ത് തന്നെ ആ ശബ്ദം ഉയരുന്നെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അരുൺ, ഈ മോദിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള, മോദിയുടെയും അമിത്ഷായുടെയും നേരിട്ടുള്ള രണ്ടാൾ ഭരണത്തിനെതിരായിട്ടുള്ള, അവരുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള, ഫെഡറൽ വ്യവസ്ഥക്കെതിരായിട്ടുള്ള അവരുടെ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള, ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് നീതിപൂർവമായ രാഷ്ട്രീയം കൈയാളുന്ന വിധത്തിലേക്ക് BJPയെ ജനങ്ങൾ വെട്ടി ഒതുക്കിയിട്ടുള്ളത്. ഒരു കൺസൾട്ടേറ്റീവ് ഗവൺമെൻറ്, ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്, അതായത് ഭരണഘടനയിൽ നൽകുന്ന ഉറപ്പുകൾ പാലിക്കുന്ന ഒരു ഗവൺമെൻറ്, അതിനു വേണ്ടിയിട്ടാണ് 240+ എന്ന നിലയിലേക്ക് ജനങ്ങൾ BJPയെ വെട്ടി ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ വളഞ്ഞ വഴിയിൽ മോദി പോയാൽ അതിനെ പാർലമെൻറ്റിൽ തെരുവിലെ ജനം എതിർക്കും. ഇപ്പോൾ ഒരുപക്ഷെ TDPയും JDU ഒക്കെ ഷണ്ടത്വ നിലവാരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരായി
പ്രതിപക്ഷം ഈ രാജ്യത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ NCERT ഒന്നും വളരെ ഗൗരവമായി കാണേണ്ടതില്ല. ഈ പറയുന്ന നയങ്ങളെ ഒക്കെ തന്നെയും ഈ രാജ്യം എതിർക്കാൻ പോവുകയാണ് വരുന്ന 5 വർഷത്തിനുള്ളിൽ. 5 വർഷം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് 3ാം നരേന്ദ്രമോദി സർക്കാരല്ല, ഇത് NDA സർക്കാരാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ്. ഇതിന് പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ ചില മരമ്പയ്യൽ മാത്രമാണ്. ഈ മരമ്പയ്യലൊന്നും കണ്ടിട്ട് ഇന്ത്യൻ ജനാധിപത്യം ഇനി വിറങ്ങലിച്ച് നിൽക്കും, ഇവരുടെ മുമ്പിൽ തൊഴുകൈകളോട് നിൽക്കുന്ന നമുക്കറിയാം. ഇത് നരേന്ദ്രമോദി ഒരു പ്രതിച്ഛായ നൽകുന്നത് പഴയ ഭരണത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ്. പക്ഷേ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ അതിലൊക്കെ മാറ്റങ്ങൾ വരും. പഴയ ഉമ്മാക്കി കളിയൊന്നും ഈ രാജ്യത്തിന് നടക്കാൻ പോകുന്നില്ല. കൗതുകകരമായ കാര്യം അറിയോ, NCERT പുസ്തകം വായിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ രാഷ്ട്രപിതാവ് ഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടില്ല. വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ RSS പോലൊരു സംഘടന നിരോധിച്ചിട്ടില്ല. ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യയിൽ ജനാധിപത്യ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതൊന്നും NCERT പാഠപുസ്തകത്തിൽ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്നില്ലെന്നേ. അതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ 18 സംസ്ഥാനങ്ങളായി 5 കോടി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതിൽ എനിക്കൊന്നും ഈ ശാഖയിൽ പോകാതെ നിങ്ങൾക്ക് എങ്ങനെ സംഖ്യയാകാം എന്ന ചോദ്യത്തിന് ഉത്തരം NCERT പാഠപുസ്തകം പഠിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ സംഖ്യയാവാൻ വേറെ ഒരു വഴിയും വേണ്ട. ആ വഴിയിലേക്കാണ്. പക്ഷേ നേരത്തെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ കൂട്ടുകക്ഷി ഭരണം അതിനുള്ള ശക്തമായ പ്രതിരോധം പാർലമെന്റിൽ തീർക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ചരിത്രം മായ്ക്കുന്നു എന്ന ചോദ്യത്തിന് യെസ് എന്ന് ഫോം. Meet the editors.